എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. പശ്ചിമഘട്ട സംരക്ഷണത്തിന് 2024 UN-ന്റെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച വ്യക്തി മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലാണ് പശ്ചിമഘട്ട സംരക്ഷണത്തിന് 2024 UN-ന്റെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച വ്യക്തി. ആധാർ അതോറിറ്റിക്കായി UIDAIക്കായി ഉദയ് എന്ന ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്ത മലയാളി അരുൺ ഗോകുൽ. അരുൺ ഗോകുലാണ് UIDAI ആധാർ അതോറിറ്റിക്കായി ഉദയ് എന്ന ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്ത മലയാളി. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ലോഗോ ഡിസൈൻ ചെയ്ത മലയാളി മധു സി മോഹൻ. മധു സി മോഹനാണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ലോഗോ ഡിസൈൻ ചെയ്ത മലയാളി. ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം ഹണി വില്ലേജ് എവിടെയാണ്? മാങ്കർ. മഹാരാഷ്ട്രയിലെ മാങ്കറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം ഹണി വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യറാണ് 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി KG ശങ്കരപിള്ള. KG ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനായിരുന്നു. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യമായ ഹോപ്പ് ISRO ആരംഭിച്ചത് ലഡാക്ക്. ലഡാക്കിലെ സോക്കർ താഴ്വരയിലാണ്. സോക്കർ താഴ്വര, ലഡാക്കിലെ സോക്കർ താഴ്വരയിലായിരുന്നു ഹോപ്പ് ഹിമാലയൻ ഔട്ട്പോസ്റ്റ് ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യമായ ഹോപ്പ് ISRO ആരംഭിച്ചത്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് ഹൈദരാബാദ്. ഹൈദരാബാദിലെ ഗച്ചി ബൗലി സ്റ്റേഡിയം കോംപ്ലക്സിലാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത്. ഇന്ത്യയിൽ അവയവദാനത്തിൻ്റെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ തമിഴ്നാടാണ് അവയവദാനത്തിൻ്റെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പാലക്കാട്. പാലക്കാടിലെ NRK ഇൻഡസ്ട്രിയൽ പാർക്ക്. പാലക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഭദ്ല സോളാർ പാർക്ക്. രാജസ്ഥാനിലെ ഭദ്ല സോളാർ പാർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം നിലവിൽ വന്നത് എവിടെയാണ്? ചെനാബ് പാലം. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെയുള്ള ചെനാബ് പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം. ലോകത്തിലാദ്യത്തെ ബയോഡിഗ്രേഡബിൾ അഥവാ ജൈവ വിഘടനം സംഭവിക്കുന്ന സാനിറ്ററി നാപ്കിനുകൾ നിർമ്മിച്ച ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് സാത്തി. ലോകത്തിലാദ്യത്തെ ബയോഡിഗ്രേഡബിൾ സാനിറ്ററി നാപ്കിനുകൾ നിർമ്മിച്ച ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പാണ് സാത്തി. 2025 ഫോബ്സ് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ ഇന്ത്യയിൽ നിന്നും 1-ാം സ്ഥാനം നേടിയത് നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് 2025 ഫോബ്സ് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ ഇന്ത്യയിൽ നിന്നും 1-ാം സ്ഥാനം നേടിയത്. 2024
59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയാണ് 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി എഴുത്തുകാരൻ. ലോകത്തിലാദ്യത്തെ കാർബൺ നെഗറ്റീവ് രാജ്യമായി പ്രഖ്യാപിച്ചത് ഭൂട്ടാൻ. ഭൂട്ടാനെയാണ് ലോകത്തിലാദ്യത്തെ കാർബൺ നെഗറ്റീവ് രാജ്യമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. ബാനു മുഷ്താഖാണ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി. ബാനു മുഷ്താഖിൻ്റെ ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം. ഈ ചെറുകഥാ സമാഹാരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപ ഭാസ്തിയാണ്. ലോകത്തിലാദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ സേവനം ആരംഭിച്ച രാജ്യം ജർമ്മനി. ജർമ്മനിയാണ് ലോകത്തിലാദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ സേവനം ആരംഭിച്ചത്. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കോട്ടയ്ക്കൽ. കോട്ടയ്ക്കൽ നഗരസഭയാണ് 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ. കേരളത്തിലെ ഏത് മുൻ മുഖ്യമന്ത്രിയെയാണ് ഈയിടെ തമിഴ്നാട് നിയമസഭ ആദരിച്ചത്? വി.എസ്. അച്യുതാനന്ദൻ. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. അച്യുതാനന്ദനെയാണ് ഈയിടെ തമിഴ്നാട് നിയമസഭ ആദരിച്ചത്. അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വിവരശേഖര നിർമ്മിത ബുദ്ധി ഹബ്ബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വിവരശേഖര നിർമ്മിത ബുദ്ധി ഡാറ്റ AI ഹബ്ബ് നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിലുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ROV നിർമ്മിച്ച് ശ്രദ്ധേയരായി മാറിയ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഐറോവ് ടെക്നോളജീസ്. ഇന്ത്യയിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിലുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ നിർമ്മിച്ച് ശ്രദ്ധേയരായി മാറിയ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഐറോവ് ടെക്നോളജീസ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വാണിജ്യപരമായി പാക്ക് ചെയ്ത മൾട്ടി ചിപ്പ് മൊഡ്യൂൾ MCM അമേരിക്കയിലേക്ക് അയച്ച കമ്പനി കെയ്ൻസ് സെമിക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വാണിജ്യപരമായി പാക്ക് ചെയ്ത മൾട്ടി ചിപ്പ് മൊഡ്യൂൾ അമേരിക്കയിലേക്ക് അയച്ച കമ്പനിയാണ് കെയ്ൻസ് സെമിക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ്. 2030 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഇന്ത്യ. ഇന്ത്യയിലാണ് 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. നിയമനിർമ്മാണത്തിലൂടെ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഉറുഗ്വേ. ഉറുഗ്വേയാണ് നിയമനിർമ്മാണത്തിലൂടെ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം. 2025-2028 കാലയളവിലെ യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ഏഷ്യ ആൻഡ് പസഫിക് റീജിയണൽ കമ്മിറ്റിയുടെ സഹ അധ്യക്ഷത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് 2025-28 കാലയളവിലെ UNGGIM യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ഏഷ്യ ആൻഡ് പസഫിക് റീജിയണൽ കമ്മിറ്റിയുടെ സഹ അധ്യക്ഷത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. വി.എസ്. അച്യുതാനന്ദൻ്റെ സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാരകം നിലവിൽ വരുന്നത് പാളയം. വി.എസ്. അച്യുതാനന്ദൻ്റെ സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാരകം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ പാളയത്താണ്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കല. തിരുവനന്തപുരത്തെ വർക്കലയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നത്. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം മായ. മായ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിനായി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചത് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിനായി ഒരു സ്പെഷ്യൽ ബെഞ്ച് രൂപീകരിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആൻറ്റിബയോട്ടിക് നാഫിത്രോമൈസിൻ. നാഫിത്രോമൈസിൻ എന്ന ആൻറ്റിബയോട്ടിക്കാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. 2025 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത സാഹിത്യകാരൻ NS മാധവൻ. NS മാധവനാണ് 2025 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത സാഹിത്യകാരൻ. കായിക മേഖലയിൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് സൈന്യത്തിൻ്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര. നീരജ് ചോപ്രയാണ് കായിക മേഖലയിൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് സൈന്യത്തിൻ്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ്. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃത്. സുനിൽ അമൃതാണ് ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെൻ്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജാണ് രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ ഹൃദയം, ശ്വാസകോശം, വൃക്ക ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി. നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി പ്രതിരോധ കപ്പൽ INS മാഹി. INS മാഹിയാണ് നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യത്തെ അന്തർവാഹിനി പ്രതിരോധ കപ്പൽ. 2025 കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ പദ്ധതിയുടെ ഭാഗമായ വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ N ജയൻ, പ്രൊഫസർ പ്രദീപ് തലാപ്പിൽ. N ജയനും പ്രൊഫസർ പ്രദീപ് തലാപ്പിലുമാണ് 2025 കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ പദ്ധതിയുടെ ഭാഗമായ വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ. റിലയൻസ് ഇൻഡസ്ട്രീസും മെറ്റയും നിർമ്മിത ബുദ്ധി മേഖലയിൽ സഹകരിക്കുന്നതിൻ്റെ ഭാഗമായി രൂപം നൽകിയ കമ്പനി റിലയൻസ് എൻ്റർപ്രൈസ് ഇൻ്റലിജൻസ് ലിമിറ്റഡ് REIL. റിലയൻസ് ഇൻഡസ്ട്രീസും മെറ്റയും നിർമ്മിത ബുദ്ധി മേഖലയിൽ സഹകരിക്കുന്നതിൻ്റെ ഭാഗമായി രൂപം നൽകിയ കമ്പനിയാണ് REIL, റിലയൻസ് എൻ്റർപ്രൈസ് ഇൻ്റലിജൻസ് ലിമിറ്റഡ്. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ടാക്സി സർവീസ് ഭാരത് ടാക്സി. ഭാരത് ടാക്സിയാണ് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ടാക്സി സർവീസ്. ക്രിപ്റ്റോ കറൻസി ഇന്ത്യൻ നിയമത്തിന് കീഴിൽ വരുന്ന ആസ്തിയാണെന്ന് വിധിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി. ക്രിപ്റ്റോ കറൻസി ഇന്ത്യൻ നിയമത്തിന് കീഴിൽ വരുന്ന ആസ്തിയാണെന്ന് വിധിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ആസിയാൻ സമുദ്ര കരാർ വർഷമായി പ്രഖ്യാപിച്ച വർഷം 2026. 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ആസിയാൻ സമുദ്ര കരാർ വർഷമായി പ്രഖ്യാപിച്ചത്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച യാത്രീ സുവിധാ കേന്ദ്രം ആദ്യമായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ എറണാകുളം. എറണാകുളം റെയിൽവേ സ്റ്റേഷനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച യാത്രീ സുവിധാ കേന്ദ്രം ആദ്യമായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാം ജന്മശതാബ്ദി ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സിനിമ മാൻ ഓഫ് സ്റ്റീൽ സർദാർ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാം ജന്മശതാബ്ദി ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സിനിമയാണ് മാൻ ഓഫ് സ്റ്റീൽ സർദാർ. ഇന്ത്യയും UK ചേർന്ന് യുവ ശാസ്ത്രജ്ഞർക്കിടയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പുതിയ ഫെല്ലോഷിപ്പ് പദ്ധതി രാമാനുജൻ ജൂനിയർ റിസർച്ചേഴ്സ് പ്രോഗ്രാം. ഇന്ത്യയും UK ചേർന്ന് യുവ ശാസ്ത്രജ്ഞർക്കിടയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച
പുതിയ ഫെലോഷിപ്പ് പദ്ധതിയുടെ പേരാണ് രാമാനുജൻ ജൂനിയർ റിസർച്ചേഴ്സ് പ്രോഗ്രാം. ഭൂമിയെപ്പോലെ സൂര്യനെ ചുറ്റുന്ന ക്വാസി മൂൺ അഥവാ അർദ്ധചന്ദ്രനായി നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹം 2025 PN7. ഭൂമിയെപ്പോലെ സൂര്യനെ ചുറ്റുന്ന ക്വാസി മൂൺ അഥവാ അർദ്ധചന്ദ്രനായി നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹത്തിൻ്റെ പേരാണ് 2025 PN7. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന സമരത്തിൽ രക്തസാക്ഷിയായ വള്ളിയമ്മ മുനുസ്വാമിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ടോൾസ്റ്റോയ് ഫാം. ദക്ഷിണാഫ്രിക്കയിലെ ലോലിയിലെ ടോൾസ്റ്റോയ് ഫാമിലാണ് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന സമരത്തിൽ രക്തസാക്ഷിയായ വള്ളിയമ്മ മുനുസ്വാമിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഇന്ത്യയിലാദ്യത്തെ ഡിസൈൻ മൃഗശാല ഡിസൈൻ സൂ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിലാദ്യത്തെ ഡിസൈൻ സൂ ഡിസൈൻ മൃഗശാല. കൊച്ചി നാവികതാവളത്തിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച പുതിയ സർവേ വെസൽ INS ഇക്ഷക്. INS ഇക്ഷക് ആണ് കൊച്ചി നാവികതാവളത്തിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച പുതിയ സർവേ വെസൽ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.